നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. മാഷേ മാഷേ അയ്യോ വെട്ടി 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 അയ്യോ. നമ്മളിപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിസൾട്ടുകൾ മാത്രമാണ് ഇപ്പോഴും നമ്മുടെ ചാനൽ വഴി ഷോർട്ട് വീഡിയോസ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് പറയാൻ തോന്നിയത് എനിക്ക് എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേണി ഒറ്റ കാര്യമുള്ളൂ. എനിക്ക് മുടി വളർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് ആണെന്നൊന്നുമില്ല, എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പല ആളുകൾ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി മുടി വെട്ടിയിട്ട്. അതിനുശേഷം പിന്നെയും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ എനിക്ക് 2 സർജറി കഴിഞ്ഞു. ഒന്ന് വിസ്ഡം ടൂത്തിൻ്റെ ഒരു മേജർ സർജറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറിയും കഴിഞ്ഞു. ഇതെന്തുകൊണ്ട് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വരുന്ന മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ഹോർമോൺ ചേഞ്ചും, പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സർജറീസൊക്കെ വരുമ്പോൾ ആ സർജറി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും. പിന്നെ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് മേജറായിട്ട് നമുക്ക് ഹെയർ ഫോൾ അല്ലെങ്കിൽ ശരീരത്തിന് മനസ്സിനൊക്കെ ഒരു പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് വരുന്നത് ഈ 2 കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഞാൻ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഈ 2 ഇതും കടന്നു പോയ ഒരാളാണ്. സർജറി വന്നതിന് ശേഷം നല്ല ഹെയർ ഫോളായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഒന്നും പോയി ഒന്ന് കോംബ് ചെയ്യാൻ പോലും പറ്റില്ല. കോംബ് ചെയ്യാതെ തന്നെ വെറുതെ മുടി അഴിച്ചിട്ടാൽ തന്നെ നമുക്കിങ്ങനെ കുഴിഞ്ഞു വീഴും. ബിക്കോസ് ആ മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, സർജറി സ്ട്രെസ് എന്ന് പറയും നമ്മളതിനെ, അത് എല്ലാം കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവും. 3 മാസത്തോളം അതുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പൻഡിക്സ് റിമൂവ് ചെയ്ത ഒരാൾക്ക് അതിന് മുൻപും 1 മാസം മുൻപ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് മാസ്സായിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരുന്നു. അത് മൊത്തം സർജറി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിന് ശേഷമാണ് അതെല്ലാം മാറി ഫുഡെല്ലാം ഡയറ്റെല്ലാം ഓക്കെ ആക്കി കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് കൃത്യമായിട്ട് ഒരു 7 ദിവസത്തെ ഒരു ആൻറ്റിബയോട്ടിക്, അത് കഴിഞ്ഞ് 1 മന്ത് കറക്റ്റായിട്ട് ഞാൻ ഫുഡ് മാത്രം ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ഉറങ്ങി വെള്ളമൊക്കെ കുടിച്ച് എല്ലാം ഓക്കെ ആയപ്പോൾ ആ ഇൻഫെക്ഷൻ പോയി. പക്ഷേ അപ്പൻഡിക്സ് ഞാൻ റിമൂവ് ചെയ്തു. അങ്ങനെ ആണ് ആ ഒരു ജേണി. ഞാൻ ഫോട്ടോ ഒക്കെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. നമുക്ക് ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യേണ്ട രീതി ഒന്ന് മാറ്റിപ്പിടിച്ച് ആ സമയത്ത് നമുക്ക് പലതരം കൺഫ്യൂഷൻസ് വരും. ചിലർ ചോദിക്കും എണ്ണ മാറ്റി ഉപയോഗിക്കുന്നോ, ഇപ്പോൾ കരിജീരക ഓയിൽ യൂസ് ചെയ്യുന്നവർ എന്നെ ചോദിക്കും എനിക്കിങ്ങനെയൊരു അവസ്ഥയുണ്ട്, ഹെയർ ഫോൾ നല്ലപോലെ ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന കരിജീരക ഓയിലാണ്, പെട്ടെന്ന് എണ്ണ മാറ്റി വേറെ നീലമരി ആക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എണ്ണ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് വേണ്ടി കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ മാറ്റുന്നതിനേക്കാളും ബെറ്റർ കാലാവസ്ഥ അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. അതായത് നല്ല ചൂടുകാലത്ത് നീലമരിയും തണുപ്പ് കാലത്ത് കരിജീരക ഓയിൽ ഉപയോഗിക്കാനാണ് ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുത്തും വ്യൂവേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിലും ആഴ്ചയിൽ 2 ദിവസം നിർബന്ധമായിട്ട് ഒരു ഹോട്ട് ഓയിൽ എടുക്കും. അത് കരിഞ്ജീരകമാണെങ്കിലും നീലമരി ആണെങ്കിലും മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെളിച്ചെണ്ണ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഷൈനി ആയിട്ടിരിക്കാൻ, കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ കോക്കനട്ട് ഓയിലിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു നല്ല മേക്കപ്പൊക്കെ കഴിഞ്ഞ്, പണ്ട് നമ്മൾ കണ്ടിട്ടില്ല, നല്ല മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ആദ്യം അതിനെ ഒന്ന് ഇളക്കുന്നത് എണ്ണ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ എണ്ണ കൊടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ള ആൾക്കാരുണ്ടാവും. അതായത് ഈ വെളുത്ത പൊടി പോലെ ഇങ്ങനെ താരനാന്ന് വെച്ചെങ്കിൽ താരനല്ല, അത് ഡ്രൈ സ്കാൽപ്പാണ്. ഓവറായിട്ട് നമ്മൾ ഈ ഓയിലിട്ട് കഴിഞ്ഞ് നമ്മൾ മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മളൊരു ഷാമ്പൂവും കൂടെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഷാമ്പൂ ഉപയോഗിക്കും, കണ്ടീഷണർ ഉപയോഗിക്കണം. അതിൻ്റെ മെയിൻ റീസൺ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ മൊത്തം ക്ലെൻസ്ഡ് ആവുകയാണ്. ആ ക്ലെൻസിങ്ങിൻ്റെ കൂടെ തന്നെ കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകത എന്താണോ ഇവിടെ ഉള്ളത് അതിലെ എല്ലാം ഇളക്കിക്കളയുക. അതിന് നല്ലത് ചീത്തന്നൊന്നുമില്ല. അവിടെ മെഴുക്കാണ്, നല്ല സെബം നമുക്കറിയാം ഈ തലയോട്ടിയുടെ പുറത്തേക്ക് വരുന്നത് സെബം സെക്രീഷനാണ്. അത് എല്ലാ ദിവസവും നടക്കേണ്ട പ്രോസസ്സാണ്. കഷ്ടപ്പെട്ടാണ് നമ്മുടെ ബോഡി അത് പുറത്തേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോമ്പിങ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സെബം എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സിറം എഫക്റ്റ്, ഹൈഡ്രേഷൻ എഫക്റ്റ് അവിടെ കിട്ടുകയാണ്. പക്ഷേ കുറച്ചും കൂടെ വലിയ മുടിയുള്ളവർക്ക് അത് നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോങ് ഹെയർ ഉള്ള സ്ത്രീകളോട് എപ്പോഴും 2 നേരം മുടി ഒന്ന് കോംബ് ചെയ്ത് കെട്ടിവെക്കുന്നത് നല്ലതെന്ന് പറയണം. അപ്പോൾ അത്രയും ഇതിലേക്ക് നമ്മുടെ ആ സെബം കിട്ടുകയും ചെയ്യും. നമുക്ക് എക്സ്ട്രാ ഒരു മോയ്സ്ചർ അവിടെ നമ്മുടെ ഫുൾ ലെങ്ത്തിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഷാമ്പു ഇടുമ്പോൾ
നമ്മുടെ സെബവും എല്ലാം പോവുകയാണ്. അത് സെബത്തിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം അവരത് വേണ്ട കളയുന്നത്, ക്ലെൻസ് ചെയ്തെടുക്കുന്നത് എല്ലാം ക്ലെൻസ്ഡ് ആവുകയാണ്. കോക്കനട്ട് ഓയിലിന് ഓവർ ക്ലെൻസ്ഡ് ആക്കും. അതായത് ഹെയർ ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് അത് ഓവർ ക്ലെൻസ്ഡ് ആവും. ഓവർ ക്ലെൻസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, സ്കാൽപ്പ് നമുക്കറിയാം പാടത്ത് ഇങ്ങനെ കട്ട വരണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്കാൽപ്പിൽ വരൾച്ച വന്നിട്ട് ഈ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരം വരൾച്ച വരും, ഡ്രൈനെസ് വരും, പിന്നെ ചൊറിച്ചിൽ വരും. ചൊറിയുമ്പോൾ സ്കാൽപ്പ് ഇങ്ങനെ പൊടിഞ്ഞു പോരും. അപ്പോൾ നമ്മളിങ്ങനെ താരനാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആവണമെന്ന് നിർബന്ധമില്ല. ഡ്രൈ സ്കാൽപ്പ് ഇളകി വരുന്നതാണ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ കൂടെ ഒരല്പം ഒലിവ് ഓയിലോ ആർഗൻ ഓയിലോ ആൽമണ്ട് ഓയിലോ, ഈ 3 ഓയിലിൽ ഏതെങ്കിലും, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യരുത്. കാസ്റ്റർ ഓയിൽ കുറച്ചും കൂടെ കട്ടിയുള്ള ഓയിലാണ്. അത് അത്ര പെട്ടെന്ന് നമ്മുടെ രോമകൂപങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒന്നല്ല. ആൽമണ്ട് ഓയിൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഒലിവ് ഓയിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർഗൻ ഓയിൽ ബെസ്റ്റ്. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് എണ്ണ തേച്ച് ഷാമ്പു വാഷ് കഴിഞ്ഞ് കണ്ടീഷണർ ഉപയോഗിച്ചതിന് ശേഷം സെറം പോലെ നമ്മൾ ഉപയോഗിക്കുന്ന കരിഞ്ജീരകമാണെങ്കിൽ കരിഞ്ജീരക എണ്ണയുടെ കൂടെ 2 ഡ്രോപ്പ് ആർഗൻ ഓർ ആൽമണ്ട് അല്ലെങ്കിൽ ഒലിവ് ഏതെങ്കിലും എടുത്തിട്ട് സ്കാൽപ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടുക. ഫുൾ ലെങ്ത്ത് നമ്മൾ ഡാബ് ചെയ്ത് വിടുക. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഡ്രൈനെസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ. അതുകൊണ്ടാണ് കരിഞ്ജീരകം ഓയിൽ വെളിച്ചെണ്ണയിൽ മാത്രം പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മളതിൽ നാളികേരപ്പാലും കൂടെ ചേർക്കുന്നത്. നാളികേരപ്പാലെന്ന് പറയുമ്പോൾ വെർജിൻ ഓയിലിൻ്റെ എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലിനേക്കാളും സോഫ്റ്റാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്, നമ്മൾ ദേഹത്ത് തേക്കാൻ കൊടുക്കുന്ന എണ്ണ. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ കരിഞ്ജീരകം ഓയിലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിഞ്ജീരക ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ചിലർക്ക് കരിഞ്ജീരക ഓയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടും നിൽക്കണം എന്ന് നിർബന്ധമില്ല. എക്സ്ട്രീംലി ഡ്രൈനെസ് ഉള്ള സ്കാൽപ്പാണ്, മുടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത്നെസ് കിട്ടുന്ന ഓയിലാണ് ഞാൻ ഈ പറഞ്ഞ 3 ഓയിലാണ്, ആർഗൻ ഓയിലും ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സിറം പോലെ നമുക്കത് ആഫ്റ്റർ വാഷ്, ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരില്ല. പല ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ? എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എന്നാൽ ഈ ലോ പോറോസിറ്റിയുള്ള ഹെയർ ഉള്ളവരുടെ ഫോട്ടോ കാണുവാണ് പ്രത്യേകം ഞാനത് നോട്ട് ചെയ്യാൻ കാരണം അവർക്കാണ് ഈ ഡ്രൈനെസ് കൂടുന്നത്. അപ്പോൾ അവരാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നത്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അത് ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരുന്നു, പിന്നെ എണ്ണ ഉപയോഗിക്കണം. പക്ഷേ എല്ലാ ദിവസവും എണ്ണ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ലേ, 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി, എണ്ണ ഇട്ടിട്ട് വെറുതെ തല കഴുകാൻ പാടുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടിയും കൂടെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഹെയർ ഞാൻ എപ്പോഴും പറഞ്ഞത് എൻ്റെ ഒരു ലോ പോറോസിറ്റി ഹെയർ ആണ്, കുറച്ച് ഡ്രൈനെസ് ഉള്ള ഹെയർ ആണ്. പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ലുക്ക് വൈസിൻ്റെ പുറകെ പോകരുത്. ലുക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ മുടി നല്ല ഭംഗിയിൽ കിടക്കും, ചില ആളുകൾക്ക് കുറച്ചിങ്ങനെ അനുസരണം ഇല്ലാത്ത മുടിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഹെയർ അതാണ്, നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം കൊണ്ടുപോയാൽ മതി. മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, ബൊട്ടോക്സ് പോലെയുള്ള നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് കഴിഞ്ഞാലൊരു മെയിൻ്റനൻസ് നിങ്ങൾക്ക് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നമുക്കിതിൻ്റെ പുറകെ എപ്പോഴും നിൽക്കാൻ സമയമുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ അത് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാതിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലെങ്ത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ സ്റ്റൈൽ ചെയ്യോ കളർ ചെയ്യോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലിന് ഇങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതൊന്നും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഡ്രൈനെസ്സിന് ഒരുപാട് പേര് പുറത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും, മുടി ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ എനിക്കൊരു 40 കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഹെയർ കെയർ വളരെ കുറവായിരിക്കും. പിന്നെ കൂടുതലും ഫാമിലി കെയറാണ് കൂടുതൽ കൊണ്ടുവരിക. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേനും കുറേ ഹെയറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യുമ്പോൾ, അങ്ങനെ മാത്രം കാച്ചിയ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രൈനെസ് ഉണ്ടാവുന്ന റീസൺ അത് ഓവർ ക്ലൻസ്ഡ് ആക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ലൈറ്റായിട്ടുള്ള കുറച്ചും കൂടെ സ്മൂത്തനിങ് കിട്ടുന്ന രീതിയിലുള്ള ഓയിലും കൂടെ ചേർത്താൽ ആ പ്രശ്നം അവിടെ ഉണ്ടാവില്ല, ചൊറിച്ചിലും ഉണ്ടാവില്ല. നിങ്ങൾ ഡാൻഡ്രഫാണെന്ന് വിചാരിച്ച് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഒക്കെ ഒരുപാട് വാങ്ങി യൂസ് ചെയ്താലും ആ ഷാമ്പു ഉപയോഗിച്ചാലും ദ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കുളി കഴിഞ്ഞ ഉടനെയാണ് ഇങ്ങനെ ഒരു സെറം അപ്ലൈ ചെയ്യേണ്ടത്. എണ്ണമെഴുക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒലിവ് ഓയിൽ നമ്മൾ തരുന്ന അലോവേര ജെല്ലിലോ ഹിബിസ്കസ് ജെല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലിലോ ഇതുപോലെ ആക്കി വയ്ക്കുക. കുറച്ച് ഡ്രോപ്സ് നമ്മൾ തരുന്നതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതൊരു കളറൊന്ന് കൺസിസ്റ്റൻസി മാറി ക്രീം കളറിലേക്ക് വരും കേട്ടോ. കാരണം അതിൽ ഓയിലും ജെല്ലും കൂടെ വരുമ്പോൾ കളർ ചേഞ്ച് എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. കുളി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുമ്പോഴാണത് ആ ഹെയറിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുറച്ച് ഉണങ്ങിയ മുടിയാണ്,
ഇത് ഹെയർ ലെങ്ത്തിലും അതുപോലെ തന്നെ സ്കാൽപ്പ് ഡ്രൈനസ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒന്ന് ഷാമ്പു ചെയ്തിട്ടില്ല, ഷാമ്പു ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ നമുക്ക് ഹെയർ ലെങ്ത്തിൽ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തൊട്ട് വരട്ടാന്ന് പറയില്ലേ പണ്ടുള്ളവർ കുളി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി എണ്ണ തേക്കി വരുന്ന തലയിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പുറത്തേക്ക് വരുന്ന മുടിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ നന്നായിട്ട് ഫുഡ് ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിച്ച് നന്നായിട്ട് ഉറങ്ങി കൃത്യമായ ആരോഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് വളരും. ഉറക്കം വരുമ്പോഴാണ് പുതിയ സെൽസ് വരുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മെയിൻ്റനൻസ് ആണ്. ഈ മുടി വെട്ടുമ്പോഴത്തെ മുടി തന്നെയാണ് ഇവിടെ നിന്നാണ് ലെങ്ത്ത് വെച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ബാക്കിയുള്ള ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ചെറിയ രീതിയിലെങ്കിലും ഇൻസ്പിറേഷൻ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി. അമ്മാസിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനെത്തിയും കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.